അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 ബുധനാഴ്ച. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇറാൻ ഇന്നലെ ഇസ്രായേലിന് നേരെ മിസൈലാക്രമണം ശക്തമാക്കിയതോടെ മേഖല വീണ്ടും സംഘർഷഭരിതമായി. ഇറാനെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ആവശ്യമായ പിന്തുണ അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ ഏത് സമയവും ആക്രമണമുണ്ടായേക്കാമെന്ന പ്രതീക്ഷയിലാണ് മേഖല. ഇറാൻ തൊടുത്തുവിട്ട 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനത്തിന് സമീപം പതിച്ചുവെന്ന് റിപ്പോർട്ട്. പിന്നാലെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വൻ ഗർത്തം രൂപപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പാർക്കിംഗ് സ്ഥലമെന്ന് തോന്നിക്കുന്ന സ്ഥലത്താണ് 50 അടി വീതിയിൽ ഗർത്തമുണ്ടായത്. മൊസാദ് ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് പുറത്തുവന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇസ്രായേലിലുള്ള മലയാളികൾ വ്യക്തമാക്കി. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിരുന്നതിനാൽ അപകടം സംഭവിച്ചില്ലെന്നും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ എഴുതിക്കൊടുത്തതാണ് ദി ഹിന്ദു പത്രത്തിൽ വന്ന വിവാദ പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇവർ ഏത് പാർട്ടിക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ഭിന്നിപ്പുണ്ടാക്കാൻ സ്വർണ്ണക്കള്ളക്കടത്തിനെ ഉപയോഗിച്ചു. ഇപ്പോൾ വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്നും സതീശൻ പ്രതികരിച്ചു. PR ഏജൻസിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്ന് MLA PV അൻവർ. പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും പത്രം ഇറക്കി 32 മണിക്കൂർ കഴിഞ്ഞ് ചർച്ചയായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതെന്നും ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ ആരോപിച്ചു. കരിപ്പൂർ എന്ന വാക്കും കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടു. സ്വർണ്ണക്കള്ളക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെയെന്നും PV അൻവർ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിമുഖം കൊടുക്കാൻ PR ഏജൻസിയുടെ സഹായം ആവശ്യമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്നാൽ ദി ഹിന്ദുവിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് റിയാസ് മറുപടി പറഞ്ഞില്ല. വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ റിയാസ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാരന്റെ ആവശ്യമില്ല. മാധ്യമങ്ങൾ എന്തു പ്രചാരണം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയം പറയും. കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുമെന്നും റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദി ഹിന്ദു ദിനപത്രം എടുത്തപ്പോൾ ദില്ലിയിലെ കേരള ഹൌസിൽ PR കമ്പനിയായ കൈസൻ ഗ്രൂപ്പിന്റെ CEOയും ഉണ്ടായിരുന്നതായി വിവരം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൻ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനും മുൻ CPM MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനുമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സൂര്യനും ചന്ദ്രനുമല്ല, കറുത്ത മേഘമായി പിണറായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM. PR ഏജൻസിയാണ് പിണറായിയുടെ പ്രധാന ഘടകം എന്ന പ്രതിപക്ഷ ആരോപണം ശരിയായി എന്നും PR ഏജൻസിക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് കേസെടുക്കണമെന്നും അത് പറയാനുള്ള ധൈര്യം പിണറായിക്കുണ്ടോ എന്നും K മുരളീധരൻ ചോദിച്ചു. PR ഏജൻസി ഉണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ എന്ന് പിണറായി വ്യക്തമാക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം മതിയാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ പ്രതികരണവുമായി RSP നേതാക്കളായ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രൻ MPയും. ഹിന്ദു പത്രം നുണക്കഥയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. അതേസമയം CPM സമാനതകളില്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നുവെന്നാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. ഒരു PR ഏജൻസിയുടെ പിൻബലത്തോടെ അഭിമുഖം നൽകേണ്ട അവസ്ഥയായി മുഖ്യമന്ത്രിക്കെന്നും ഹിന്ദു ദിനപത്രം കള്ളം പറയുന്നുവെങ്കിൽ കേസ് കൊടുക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെതിരെ DGPക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. കേരളത്തിൽ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാരണമായി എന്നും വ്യാജവാർത്ത ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാണ്
പരാതി നൽകിയതെന്നും അബിൻ വർക്കി പറഞ്ഞു. എറണാകുളത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെ മണിക്കൂറുകൾക്കുള്ളിലാണ് കേസെടുത്തത്. ആ ചരിത്രം മറക്കരുത്. ഇവിടെ കലാപാഹ്വാനം നടത്തിയിട്ടും കേസെടുക്കാൻ വൈകുന്നുവെന്നും അബിൻ വർക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. തനിക്ക് ആരോടും പ്രതിബദ്ധതയില്ല. അത് കോൺഗ്രസിനോടുമില്ല, CPM-നോടുമില്ല. എന്നാൽ CPM-നോട് സഹകരിച്ചു പോകാനാണ് താൽപര്യമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. അൻവറിനോട് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ വൈകിട്ട് 4:30 നടത്തുന്ന പത്രസമ്മേളനത്തിൽ പറയുമെന്നും കെ.ടി. ജലീൽ അറിയിച്ചു. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നും എം.എൽ.എ. പി.വി. അൻവർ. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ടാവുമെന്നും യുവാക്കളടക്കമുള്ള പുതിയ ടീം വരുമെന്നും മതേതരത്വത്തിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു. ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിന്റെ ഓർമ്മകൾക്കിടയിലും അവളുടെ സ്വപ്നമായ ക്ലിനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മാതാപിതാക്കൾ. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകാനുള്ള ക്ലിനിക് ഈ മാസം 10 ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 2 മാസം പൂർത്തിയാകുമ്പോൾ ഇനിയും 47 പേരെ കാണാനുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് വയനാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിൽ അകപ്പെട്ട 47 പേരെ ഇനിയും കണ്ടെത്താനിരിക്കെ സർക്കാർ തിരച്ചിൽ നിർത്തിയതാണ് വിമർശനത്തിന് കാരണം. നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് വൈകും. സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവിന് ശേഷം മാത്രം മതി ചോദ്യം ചെയ്യില്ലെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. സിദ്ദിഖിന് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അഭിഭാഷകർ അറിയിച്ചു. സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. നടനും സംവിധായകനുമായ മഹേഷ് BJP-യിൽ ചേർന്നു. എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അംഗത്വം നൽകി. അംഗത്വ വിതരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടനെ BJP പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്ര പൂനെയിലെ ബാവ്ദാനിൽ ഹെലികോപ്റ്റർ തകർന്ന് ഒരു മലയാളിയടക്കം 2 പൈലറ്റുമാരും ഒരു എഞ്ചിനീയറും മരിച്ചു. കൊല്ലം കുണ്ടറ സ്വദേശിയായ ഗിരീഷ് കുമാർ പിള്ളയാണ് മരിച്ച മലയാളി. വ്യോമസേനയിലെ പൈലറ്റായി വിരമിച്ചതാണ് ഗിരീഷ് പിള്ള. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് തകർന്നത്. പ്രദേശത്ത് അപ്പോഴുണ്ടായിരുന്ന മൂടൽമഞ്ഞ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭവത്തിൽ അട്ടിമറി സാധ്യതയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജിദ്ദ ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്ററിൽ ഞായറാഴ്ചയുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതിനിടയിൽ സൗദി സിവിൽ ഡിഫൻസിലെ 2 അഗ്നിശമന സേനാംഗങ്ങൾ മരിച്ചു. ഞായറാഴ്ച രാവിലെ 6ഓടെയാണ് ഷോപ്പിംഗ് സെന്ററിൽ അഗ്നിബാധയുണ്ടായത്. ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിനടുത്ത് 56 കൊല്ലം മുൻപ് വിമാനം തകർന്നു വീണ് കാണാതായ സൈനികർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. മലയാളിയായ തോമസ് ചെറിയാനടക്കം 4 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയോടെ റോത്താങ് പാസിന് സമീപമുള്ള ലോസാർ ഹെലിപാഡിൽ എത്തിച്ചു. ഉച്ചയോടെ മൃതദേഹങ്ങൾ ചണ്ഡീഗഡിൽ എത്തിക്കുമെന്നാണ് വിവരം. ഇന്ന് തന്നെ തോമസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചുവന്ന ചെവിയുള്ള 5000-ഓളം സ്ലൈഡർ കടലാമകളെ പിടികൂടി. മലേഷ്യയിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 4986 ചെഞ്ചെവിയൻ ആമകളെ പിടിച്ചെടുത്തത്. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ജീവിയെ വിമാനത്തിൽ കൊണ്ടുവരുന്നതായി എയർ ഇന്റലിജൻസ് യൂണിറ്റിന് വിവരം ലഭിച്ചതോടെയായിരുന്നു പരിശോധന. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്ക് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അനുവദിച്ച
14 പ്ലോട്ടുകൾ തിരിച്ചെടുക്കാൻ കമ്മീഷണർ AN രഘുനന്ദൻ ഉത്തരവിറക്കി. 14 സൈറ്റുകൾ തിരിച്ചെടുക്കാൻ പാർവതി കമ്മീഷണറോട് അഭ്യർത്ഥിച്ചിരുന്നു. ചൊവ്വാഴ്ച മകൻ MLA ഡോക്ടർ യതീന്ദ്ര മുഖേന പാർവതിയുടെ കത്ത് കമ്മീഷണർക്ക് ലഭിച്ചതോടെയാണ് സൈറ്റുകൾ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. പാർവതിയുടെ പേരിലുള്ള ഭൂമി ഏറ്റെടുത്തതിന് പകരമായിട്ടായിരുന്നു 14 പ്ലോട്ടുകൾ അനുവദിച്ചത്. സംസ്ഥാനത്ത് 3 ദിവസമായി താഴ്ചയിൽ തുടർന്ന സ്വർണ്ണവില ഇന്ന് ഒറ്റയടിക്ക് പവന് 400 രൂപ ഉയർന്ന് സർവകാല റെക്കോർഡായ 56,800 തിരിച്ചു കയറി. ഗ്രാം വില 50 രൂപ ഉയർന്ന് 7,100 രൂപയും എത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 27 കുറിച്ച റെക്കോർഡാണ് സ്വർണം തിരിച്ചുപിടിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.